ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമുക്ക് പേളിമാണി ഉണ്ടാക്കിയ പൈനാപ്പിൾ സൂഫ്ലെ ട്രൈ ചെയ്ത് നോക്കിയാലോ. അതിനായിട്ട് പൈനാപ്പിൾ വേണം, ചൈന ഗ്രാസ് വേണം, കസ്റ്റാർഡ് പൗഡർ, ഫ്രഷ് ക്രീം, അതേപോലെ തന്നെ മിൽക്ക്, ഇത്രയും വേണേ. ഒരു ഫുൾ പൈനാപ്പിൾ എടുത്തിട്ട് അതിൻ്റെ തോലൊക്കെ നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം അതിന് ചെറിയ ചെറിയ റൗണ്ട് പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുള്ളുള്ള ഭാഗമില്ല, അതിൻ്റെ കറുത്ത പോർഷൻസ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. അത് നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പം നമുക്ക് ഒരുപാട് അത് കട്ട് ചെയ്ത് കളയേണ്ട കാര്യമില്ല. ജസ്റ്റ് അതൊന്ന് ഫെയ്ഡായി വരുന്ന ഒരു സ്റ്റേജിൽ അതുവരെ ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ ആ ഒരു പോർഷൻ ഇത് രണ്ടും നമുക്ക് ആവശ്യമുള്ളതാണ്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ പോർഷൻസൊക്കെ ഇവിടെ നമ്മൾ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാവേ. ഈ റൗണ്ട് പീസിൽ കട്ട് ചെയ്തെടുത്തില്ലേ, ഇതിനെ നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കി ഇനി ഞുറുക്കിയെടുക്കാമേ. ഇത് നമുക്ക് ലെയർ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു പുഡിങ്ങിൻ്റെ ടിന്നുണ്ടെങ്കിൽ അതിനകത്താണ് ചെയ്യേണ്ടത്. നമുക്ക് കയ്യിലിപ്പോൾ അതില്ലാത്തതുകൊണ്ട് നമ്മൾ കേക്ക് ടിന്നിനകത്താണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ലെയർ ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൂൾ ചെയ്തെടുക്കുന്നുണ്ട്. അതായത് അടുത്ത സ്റ്റെപ്പ് ഒന്ന് ഫിനിഷായി വരുന്ന അത്രയും സ്റ്റേജ് ഒരു 5 മിനിറ്റ് മാത്രം ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ നമ്മൾ വെച്ചെടുത്തിട്ടുണ്ട്. ഇത് അരിയുമ്പോൾ ശ്രദ്ധിക്കുക, തീരെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിക്കുമ്പോഴത്തേനും ഒന്ന് കടിക്കാൻ കിട്ടണം, അത്രേ ഉള്ളൂ. ഒരുപാട് വലിയ പീസസ് ആയിട്ടുണ്ടെങ്കിൽ അത് പൈനാപ്പിൾ അറിയാമല്ലോ, ചെറിയൊരു പുളിപ്പൊക്കെ കാണും. നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ പോർഷനില്ല, അത് നമുക്ക് ഒരു ജ്യൂസറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ജ്യൂസ് അടിച്ചെടുക്കാം. ഒരുപാട് അരിഞ്ഞങ്ങ് പോകണ്ട, നമുക്ക് ഇതിനകത്ത് ഫുൾ എന്തായാലും കിട്ടത്തില്ല, അപ്പോൾ കുറച്ച് ഇത് കാണും. അപ്പോൾ അതിനെ നമ്മൾ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാമേ. അങ്ങനെ നമ്മുടെ ജ്യൂസ് അരിച്ചെടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ അരയ്ക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെ നമുക്ക് കുറേ കട്ടിയുള്ള പോർഷൻ കിട്ടില്ല. അപ്പോൾ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫുൾ ജ്യൂസ് നമുക്ക് കിട്ടുമേ. അങ്ങനെ അത് ഫുള്ള് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ പൈനാപ്പിളിൻ്റെ ജ്യൂസ് അടിച്ചില്ലേ, അത് നമ്മളൊരു സോസ്പാനിൽ വെച്ചിട്ട് നമുക്കത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതിന് കൂടുതൽ നമുക്ക് ആവശ്യത്തിനുള്ള മധുരത്തിന് എത്രയാണോ ആവശ്യം അതിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ചൈന ഗ്രാസ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ അത് മുക്കിയിട്ട് നന്നായിട്ടൊന്ന് സ്ക്യൂസ് ചെയ്തതിന് ശേഷം അതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാമേ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നല്ലപോലെ പാലൊക്കെ തിളച്ച് വരത്തില്ല, അതുപോലെ നന്നായിട്ട് തിളച്ച് വരും. ആ സ്റ്റേജ് വരെ നന്നായിട്ട് തിളക്കി കൊടുക്കുക. അപ്പോൾ ചൈന ഗ്രാസ് ഒക്കെ അതിനകത്തേക്ക് നന്നായിട്ട് ബ്ലെൻഡായി വരും. അങ്ങനെ അത് ഇളക്കി കൊടുത്ത് നന്നായിട്ട് അത് തിളച്ച് വരുമ്പോഴത്തേക്കിനും നമുക്ക് അതിൻ്റെ തീ ഓഫ് ചെയ്ത് വയ്ക്കാമേ. വേണ്ട, ഏകദേശം അതിട്ടിട്ട് എവിടെയും മാറി പോകരുത്. അതിന് കൂടുതൽ നിന്ന് അത് ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് തിളച്ചിങ്ങ് പൊങ്ങി വരും. അപ്പോൾ പാലൊക്കെ നോക്കി നിൽക്കുന്ന പോലെ തന്നെ അത് നോക്കി നിന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചില്ലേ പൈനാപ്പിൾ എടുത്ത് വെക്കുക. എന്നിട്ട് നമുക്കിപ്പോൾ തിളപ്പിച്ചില്ലേ പൈനാപ്പിളിൻ്റെ ആ ജ്യൂസ് അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാമേ. ജസ്റ്റ് ഒന്ന് ഈ പൈനാപ്പിൾ എല്ലാം ഒന്ന് ഡിപ്പായിരിക്കണം, അത്രയുമാണ് നമുക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി വേണ്ടത്. അപ്പം നമുക്ക് കറക്റ്റ് അത്ര അരച്ചപ്പോഴത്തേനും കറക്റ്റ് ക്വാണ്ടിറ്റി ആയിരുന്നു. ഇതിന് നന്നായിട്ടൊന്ന് സെറ്റായി വരും. അപ്പം നമുക്ക് നല്ലതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ചൈന ഗ്രാസ് ഒക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല കട്ടിയിൽ ഇത് കിട്ടും. ഇതിനി നമുക്ക് ഒന്ന് അത്രയും ചൂടിൽ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെക്കരുത്. ഒന്ന് നന്നായിട്ടൊന്ന് തണുക്കാൻ തുടങ്ങുമല്ലോ, ആ സ്റ്റേജിൽ അത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാമേ. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് പാലെടുക്കുക, അതിന് നമുക്കത് തിളയ്ക്കാനായിട്ട് വെക്കാമേ. ഒരു ഗ്ലാസ് പാൽ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാമേ. കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ തിളയ്ക്കാൻ വെച്ചില്ലേ ആ പാലിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കുറുകി വരുന്നവരെ നന്നായിട്ട് ഇളക്കിയെടുക്കാമേ. കസ്റ്റാർഡ് പൗഡറൊക്കെ എത്രയാണോ ആവശ്യത്തിന് വേണ്ടത് അതനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇടുമ്പോഴത്തേക്കിനും നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് തിക്കായി കിട്ടും. അല്ലാണ്ട് ആ പാലിനകത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരുപാട് നേരം അത് ഇളക്കിക്കൊണ്ട് നിൽക്കണ്ടേ. അപ്പോൾ അതും നമ്മൾ കൈയെടുക്കാണ്ട് തന്നെ ഇളക്കിക്കൊണ്ട് നിൽക്കണേ. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് കുറേ നേരം ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കുമ്പോൾ അറിയാൻ പറ്റും, അതായത് ചെറുതായിട്ട് നന്നായിട്ട് തിക്കായി വരും. ഇതിപ്പോൾ കണ്ട് ഏകദേശം ഒന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറേ സമയം ഇളക്കുമ്പോഴത്തേക്കിനും അത്യാവശ്യം നല്ല തിക്കായി വരുവേ. അപ്പോൾ അതിന് ശേഷം നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചൈന ഗ്രാസ് ഒക്കെ ഒഴിച്ച് സെറ്റാവാൻ വെച്ചിട്ടുള്ള പൈനാപ്പിളില്ലേ അതിൻ്റെ മണ്ടയിലേക്ക് ഒരു ലെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ പൈനാപ്പിളിൻ്റെ ആ മിക്സ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കസ്റ്റാർഡ് ഒഴിച്ചു. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇതും പതുക്കെ ഒന്ന് തണുത്ത് തുടങ്ങുമ്പോഴത്തേന് ഫ്രിഡ്ജിൽ വെച്ച് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു കേക്കിൻ്റെ സ്പഞ്ച് വേണം.
ഇവിടെ നമ്മൾ എടുത്തേക്കുന്ന കേക്കിൻ്റെ സ്പഞ്ച് അല്ല, ശരിക്കുള്ള കേക്കാണ്. അത് പൈനാപ്പിൾ കേക്ക് തന്നെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഈ സ്ലൈസസ് ആയിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ. അത് ജസ്റ്റ് ഇതിൻ്റെ മണ്ടയിലേക്ക് ലെയർ ചെയ്ത് കൊടുത്തു. എനിക്കത് ഉണ്ടാക്കിയപ്പോൾ തോന്നിയൊരു സജഷനാണ്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൈന ഗ്രാസ് ഒഴിച്ച് നമ്മൾ ആ പൈനാപ്പിൾ മിക്സ് ചെയ്തെടുത്തല്ലോ, ആ സ്റ്റേജിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേക്ക് ലെയർ ചെയ്യാം. വന്നിട്ട് അതിൻ്റെ മണ്ടയിലേക്ക് വേണമെങ്കിൽ ഈ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഇനി അതിനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പാണ് നമ്മുടെ ഫ്രഷ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. നമ്മുടെ കയ്യിൽ ബീറ്റർ ഇല്ലായിരുന്നു, അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്പൂൺ വെച്ചിട്ടാണ് ഇത് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തത്. അത്യാവശ്യം ഒരു കട്ടിയിൽ കിട്ടിയപ്പോഴത്തേനും നമ്മളത് സ്റ്റോപ്പ് ചെയ്തു, അല്ലെങ്കിൽ മിക്സിയിലിട്ടാണെങ്കിൽ അടിച്ചെടുക്കാം. ഇത് ഐസിങ് ഷുഗറാണ്, ഇതും കൂടി ചേർത്തിട്ട്, അതായത് പഞ്ചസാര ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക, അതും കൂടി ഈ ഫ്രഷ് ക്രീമിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ഇതിപ്പോൾ അത്യാവശ്യം ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ലെയർ ചെയ്ത് കൊടുക്കാമേ. ഇതിപ്പം കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചതിന് ശേഷം മിക്സ് നല്ല കട്ടിയായി വന്നിട്ടില്ല, അപ്പോൾ ഇത് ഒഴിക്കുമ്പോഴത്തേക്കിനും പതുക്കെ ഒഴിച്ചു കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ഒഴിച്ചാലും മതി. ഈ ഫ്രഷ് ക്രീം എന്തായാലും ഭയങ്കരമായിട്ട് കട്ടിയായി വരത്തില്ല, അതിന് നമ്മളൊരു 5-6 മണിക്കൂറെങ്കിലും വെക്കേണ്ട വരുവേ. അപ്പോൾ നമ്മളും വെളിപാടിൻ്റെ വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് ഫ്രഷ് ക്രീം അങ്ങനെ വലിയ കട്ടയായിട്ടില്ലായിരുന്നു. നമ്മളും ഫൈനലി എടുത്തപ്പോഴത്തേക്കിനും നമുക്കും അങ്ങനെ ഭയങ്കര തിക്കായിട്ടൊന്നും കിട്ടിയില്ല. പക്ഷെ താഴത്തെ പോർഷൻ നല്ല കട്ടിയിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കുന്ന പോലെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഫ്രഷ് ക്രീം ഇങ്ങനെ കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റ് എടുത്തപ്പോഴത്തേക്കിനും നമുക്ക് സർപ്രൈസ് എന്ന രീതിയിൽ നമ്മൾ വെച്ചിരുന്ന കേക്കൊക്കെ മുകളിൽ വന്നിരിപ്പുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് അതാ ഞാൻ പറഞ്ഞത്, 2 ലെയർ താഴെ കേക്ക് ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഇരുന്നോളൂ. അപ്പം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ടൊക്കെ എളുപ്പമായിരിക്കും. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോഴത്തേനും നമ്മുടെ പൈനാപ്പിൾ സൂഫ്ലയുടെ അവസ്ഥ ഇതാണ്. കേക്കൊക്കെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഇതിന് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഓവർ മധുരമൊന്നും ചേർത്തിട്ടില്ല. ഒരുപാട് മധുരമാകുമ്പോൾ നമുക്ക് ചെകിടിക്കുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.